തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന വിജയത്തിന്റെ രസതന്ത്രം പങ്കുവച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. നമസ്കാരം സർ. ഇങ്ങനെ ഒരു വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്നു നേതൃത്വം? ഞങ്ങൾ ഇത്ര ശക്തമായ ചരിത്ര വിജയം യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചില്ല. എങ്കിലും മെച്ചപ്പെട്ട ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന് കരുതിയിരുന്നു. ഹാർഡ് വർക്കിൻ്റെയും ടീം വർക്കിൻ്റെയും ന്യായങ്ങളുടെയും സത്യത്തിൻ്റെയും ഒരു ഫലം കിട്ടും എന്ന് കരുതിയിരുന്നു. പക്ഷേ ഇത്ര ഒരു തമ്പിങ് വിക്ടറി, ഹിസ്റ്റോറിക്കൽ വിക്ടറി, എല്ലാ തലങ്ങളിലും ജയിക്കാൻ സാധിച്ചല്ലോ. ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾക്ക് 3 ഉണ്ടായിരുന്നുള്ളൂ, അത് 7 കോർപ്പറേഷൻ 1 ഉണ്ടായിരുന്നുള്ളൂ, അത് 4. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല, അതിൽ വലിയ ഭൂരിപക്ഷമായി. ഗ്രാമപഞ്ചായത്തുകളിൽ കേരളത്തിൽ ആകെ ഒരു 200 എണ്ണത്തിൻ്റെ ലീഡ് LDFനായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് അത് മറികടന്ന് 150 എണ്ണത്തിൻ്റെ ലീഡ് ഞങ്ങൾക്കായി. അവശേഷിക്കുന്ന കുറേ നറുക്കെടുപ്പാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. അപ്പോൾ മുനിസിപ്പാലിറ്റികളിൽ എല്ലാം ഏതൊക്കെ തലങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നു, ഏതൊക്കെ തലങ്ങളിൽ കണക്ക് കൂട്ടാവോ അവിടങ്ങളിലൊക്കെ UDF. ഈ വലിയൊരു വിജയം അതോടൊപ്പം വലിയൊരു ഉത്തരവാദിത്വം കൂടെയാണ്. അപ്പോൾ ഇതിന്റെ ഒരു ക്രെഡിറ്റ് ആർക്ക്? ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് സ്വാഭാവികമായി കോൺഗ്രസിൽ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ച ഇനി അതായിരിക്കും. അങ്ങനെ ഒരു തർക്കമേ ഇല്ല. ഇത് ഇൻഡിവിജ്വൽ ഗെയിൻ അല്ല, ക്രെഡിറ്റ് അല്ല. ഞങ്ങളുടെ ടീം വർക്കിൻ്റെ UDF ടീം വർക്ക് ചെയ്തു. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ടീം വർക്കുണ്ട്. നേരത്തെ കോൺഗ്രസ് പാർലമെന്റ് ഇലക്ഷൻ ജയിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ബത്തേരിയിൽ 2 യോഗം ചേർന്ന് 2025 എന്ന 2025 ടാർഗറ്റ് ചെയ്തിട്ടുള്ളൊരു വർക്ക് ആരംഭിച്ചു. വാർഡ് കമ്മിറ്റികൾ, കാരണം കോൺഗ്രസിന് അതുവരെ ഉണ്ടായിരുന്ന ബൂത്ത് കമ്മിറ്റികളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചു. അതേപോലെ തന്നെ പുതിയ ഗവൺമെൻറ് വാർഡുകളുടെ രൂപീകരണം വന്നു, പഞ്ചായത്തുകളുടെ ബൈഫർക്കേഷൻ. അത് കൊണ്ടുവന്നത് ഈ ദുരുദ്ദേശത്തിലാണ്, വാർഡ് വെട്ടിമുറിക്കാൻ വേണ്ടിയാണ്, അശാസ്ത്രീയമായിട്ട്. നിയമസഭ ചർച്ചയില്ലാതെയാണ് ഒരു നിയമം പാസ്സാക്കിയത്. പ്രതിപക്ഷം അന്ന് പ്രതിഷേധിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് ആ നിയമം കൊണ്ടുവന്നത്. ചർച്ചയ്ക്കായിട്ട് വേറെ അവസരം ഉണ്ടാക്കും, സബ്ജക്ട് കമ്മിറ്റിക്ക് പോകുമെന്ന പ്രമേയമാണ് അവതരിപ്പിച്ചെങ്കിൽ പോലും അത് ആളുകൾക്ക് അതിൻ്റെ ഡിഫറൻസ് നിങ്ങളാരും മനസ്സിലാക്കി കൊടുത്തിട്ടില്ല. അതാണ് പ്രമേയം അവതരിപ്പിച്ചത്. പക്ഷേ ഞങ്ങൾ വെളിയിലിറങ്ങിയ സമയത്ത് ചർച്ചയില്ലാതെ ആ പ്രമേയത്തിൻ്റെ ഘടന മാറ്റി ഇപ്പം തന്നെ പാസ്സാക്കാമെന്ന് കേന്ദ്രത്തിൽ BJP പാർലമെന്റിൽ എന്ത് ജനാധിപത്യ വിരുദ്ധ നയമെടുക്കുന്നു അതാണ് കേരള നിയമസഭയിൽ നടമാടിയത്. ഈ ഭരണവിരുദ്ധ വികാരം ഇപ്പം 10 വർഷമായി ഭരിക്കുകയായിരുന്നു LDF. അതിനൊരു ഭരണവിരുദ്ധ വികാരം എന്നതിനൊക്കെ അപ്പുറത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് ഈ LDFന് ഇങ്ങനൊരു വലിയ തിരിച്ചടിയായതെന്ന് ഒരു രാഷ്ട്രീയ നിരീക്ഷകനായി നോക്കിയാൽ അങ്ങ് കരുതുന്നു? അതൊരു പരിധി വരെ ശരിയാണ്. അതിൽ അവർ കള്ളന്മാരാണ്. കള്ളനെ കയ്യോടെ പിടിക്കുക എന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കള്ളനെ കാവലേൽപ്പിക്കുക എന്ന് പറഞ്ഞൊരു നാടൻ സംസാരമുണ്ടല്ലോ. ഇത് കാവലേറ്റവർ തന്നെ കള്ളന്മാരാവുകയായിരുന്നു. കള്ളന്മാരെ കയ്യോടെ പിടിക്കാൻ സാധിച്ചില്ലെങ്കിലും ഹൈക്കോടതി ഇടപെട്ട് കള്ളന്മാരെ പിടിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പം കള്ളന് കാവൽ നിൽക്കുന്ന അവസ്ഥയാണ് ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. ഇവർക്ക് പാർട്ടിയുടെ എല്ലാ സംരക്ഷണവും ഗവൺമെന്റിന്റെ എല്ലാ സംരക്ഷണവും നൽകുകയാണ്. നമുക്ക് സത്യസന്ധമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് യുക്തിഭദ്രമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. കേരള ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ശബരിമല സ്വർണം മോഷണം പോയത്, വിശ്വാസവഞ്ചന നടത്തിയത്, ഗൂഢാലോചന നടത്തിയത്, ചതിച്ചത്, കട്ടെടുത്തത് വിളിച്ചെത്തു വരുമായിരുന്നോ? ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ട് തന്നെ എല്ലാ പ്രതികളിലേക്കും എത്തിയിട്ടില്ലല്ലോ. മാധ്യമങ്ങളിൽ നിന്ന് ഞങ്ങൾക്കറിയാൻ സാധിച്ചത് ചില മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള ഉന്നതന്മാരുടെ പേരുകൾ പ്രതികൾ പറഞ്ഞിട്ടുണ്ട്, അവരെ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഉന്നതന്മാരുണ്ടെന്ന്, മാധ്യമങ്ങൾ പറയുന്നു ഉന്നതന്മാരുണ്ടെന്ന്. ആ ഉന്നതന്മാരെ ആരെയെങ്കിലും പ്രതി ചേർത്തിട്ടുണ്ടോ? ഇനി ഏതൊരു ചെറിയ മോഷണ കേസിലായാലും വലിയ മോഷണ കേസിലായാലും അന്വേഷണത്തിന്റെ ഭാഗമാണ് നഷ്ടപ്പെട്ട, കളവ് ചെയ്തെടുത്ത മുതലുകൾ വീണ്ടെടുക്കുക, റിക്കവറി. കണ്ടെടുത്തിട്ടുണ്ടോ? എന്തുകൊണ്ടാ? കണ്ടെടുക്കാൻ വേണേ പ്രതികളെ സീരിയസ് ആയിട്ട് ചോദ്യം ചെയ്യണം. കണ്ടെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ അത് വേറെ എവിടെയാണ് കൊണ്ടുപോയി വിറ്റത്, അല്ലെങ്കിൽ വെച്ചത്, ഒളിപ്പിച്ചു വെച്ചത്? മാറ്റിവെച്ചല്ലോ, എന്തായാലും കുഴിച്ചിട്ടതാണ് എന്താണെന്ന് അറിയണ്ടേ? പോലീസല്ലേ കണ്ടെത്തേണ്ടത്, കണ്ടെത്തിയിട്ടില്ലല്ലോ. ഒരു അന്വേഷണ ഏജൻസിയുടെ ജോലിയല്ലേ, അവരുടെ കരങ്ങൾ കെട്ടപ്പെട്ടിരിക്കുകയല്ലേ. പാർട്ടി ഇത്തരം ആളുകളെ സംരക്ഷിക്കുകയല്ലേ. പാർട്ടിയിൽ നിന്നൊരു നടപടി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങളെ ഉപദേശിക്കുന്ന ആളുകൾ, ഞങ്ങളെ ശാസിക്കുന്ന ആളുകൾ,
ഞങ്ങൾ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പാർട്ടിയിൽ നിന്ന് ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുത്തു, ഒരു ശാസന എന്ന് പറയുന്ന ഒരു തൽക്കാലത്തെ ഒരു നടപടി സ്വീകരിച്ചു, ഒരു തരംതാഴ്ത്തൽ. ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അദ്ദേഹത്തെ എന്നാൽ പിന്നെ ഏരിയ കമ്മിറ്റിയിലേക്കൊന്ന് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചോ, അല്ല ജില്ലാ കമ്മിറ്റിയിലേക്കൊന്ന് തരംതാഴ്ത്താമെന്ന് വിചാരിച്ചോ? അവിടെ പോയി ജില്ലാ കമ്മിറ്റിയിൽ ഇത് ചർച്ച ചെയ്തിട്ടെന്നല്ലേ പറയുന്നത്. മുഖ്യമന്ത്രിയും പാർട്ടിയും ഗവൺമെൻറ്റും പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. ഇനി UDF അതിശക്തമായിട്ട് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ LDF കക്ഷികൾക്ക് തന്നെ അറിയാം ഈ കള്ളന്മാർ അവരുടെ കൂടെ ഉണ്ടെന്ന്. ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മുഖ്യമന്ത്രി UDF നേതാക്കന്മാരെ അടക്കം വലിയ തരത്തിൽ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തി. അന്ന് തന്നെ താങ്കൾ നടത്തിയ വെൽ ഡ്രാഫ്റ്റഡ് പരാതിയാണ് താങ്കൾക്ക് ലഭിച്ചത് എന്ന് നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു. ഇത് തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് താങ്കൾ കരുതുന്നു? മുഖ്യമന്ത്രിയുടെ അവഹേളനം ഞങ്ങൾക്ക് സഹായമായിട്ടുണ്ട്. ഞാൻ ആ ഒരു വെൽ ഡ്രാഫ്റ്റഡ് പരാതി എന്ന് പറഞ്ഞെടുത്ത് ഞാൻ എന്താ തെറ്റ് പറഞ്ഞ്? ഇറ്റ്സ് എ വെൽ ഡ്രാഫ്റ്റഡ് വൺ, ലീഗൽ ബ്രെയിൻ പ്രോബബ്ലി മൈറ്റ് ഹാവ് വർക്ക്ഡ് ഇൻ ഇറ്റ് എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ വായിച്ചു നോക്കിയിട്ടാ. ആ പരാതി ഇപ്പോൾ കോടതിയിലുണ്ടല്ലോ, പബ്ലിക് ഡൊമൈനിലുണ്ട്. താങ്കൾക്കെതിരെ ഒരു പ്രചാരണമാക്കി മാറ്റിയിരുന്നത് ഞാൻ പ്രചരണമാണ് ഞാൻ ഏറ്റെടുക്കല്ലേ. എനിക്കങ്ങനെ ഒരു പരാതി അയച്ചപ്പോൾ അതിലെന്തെങ്കിലും മറിച്ചൊരു ചിന്തയുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചാൽ എന്താ കുഴപ്പം? എനിക്കാണോ അത്രയും വെൽ ഡ്രാഫ്റ്റഡ് ലീഗൽ ബ്രെയിൻ വർക്ക് ചെയ്ത ഒരു പരാതി എനിക്കാണോ അയക്കേണ്ടത്? അത് ഡ്രാഫ്റ്റ് ചെയ്ത് അത്തരത്തിലൊരു പരാതി ഇംഗ്ലീഷിൽ, നല്ല ഇംഗ്ലീഷിൽ, എനിക്കറിയാവുന്നതിനും എഴുതാനും പറ്റുന്നതിനേക്കാളും നല്ല ഇംഗ്ലീഷിൽ ലീഗൽ ബ്രെയിനും കൂടി വർക്ക് ചെയ്ത് എഴുതി പരാതി ഡ്രാഫ്റ്റ് ചെയ്താൽ അത് പോലീസിൻ്റെ ഏതെങ്കിലും ഒരാൾക്ക് അയക്കണമെന്ന് അറിയാമല്ലോ. വൈ ഇറ്റ് വാസ് സെൻറ്റ് ടു മീ? അതെന്തുകൊണ്ടാണ് എനിക്ക് മാത്രം അയച്ചത്? എനിക്ക് അയക്കുക കൂടി മാത്രമല്ല ചെയ്തത്, അതപ്പം തന്നെ എനിക്ക് അയച്ച പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് കൊടുക്കുക. മാധ്യമങ്ങൾക്ക് കൊടുത്തതിന് ശേഷം എനിക്ക് അയച്ചത്. അതുകൊണ്ട് അതിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് വിക്ടിമിന് ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ടോ അതോ ഈ പരാതി ചെയ്യിപ്പിച്ചു? വിക്ടിമിന്റെ ഭാഗത്തേക്ക് ഞാൻ കേസ് എഴുതിയ നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ മെറിറ്റിലേക്ക് പോയോ? ഞാൻ കേസിന്റെ മെറിറ്റിലേക്ക് കേസ് മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ ലീഗൽ ബ്രെയിൻ ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് അയച്ചതിൽ ദർ ഇസ് പോളിറ്റിക്സ്. അത് ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു. സാധാരണഗതിയിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. കാരണം അത്രയും ലീഗൽ ബ്രെയിൻ വർക്ക് ചെയ്താൽ അത് പോലീസിന് അയക്കണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആണ്ട് 25 മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ചൊരു തീരുമാനമെടുത്തുവെന്നാണ് പറഞ്ഞത്. ആ നിലപാടിൽ എപ്പോഴെങ്കിലും ഒരു അഭിപ്രായത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്? കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഓരോരുത്തരും പറയുന്ന അഭിപ്രായം നിങ്ങളോട് പറയേണ്ട ബാധ്യത എനിക്കില്ലല്ലോ, അവകാശം എനിക്കില്ലല്ലോ. അല്ല, as of now ഇപ്പൊ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ യുണൈറ്റഡ് ഡിസിഷൻ, യുനാനിമസ് ഡിസിഷൻ, ടോട്ടലി അഗ്രിയബിൾ ഡിസിഷൻ. ആരെങ്കിലും എതിർത്തിട്ടുണ്ടോ ആ ഡിസിഷനെ? ആ തീരുമാനം ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമായി എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഞങ്ങളുടെ നിലപാടുകൾ ആ കാര്യത്തിൽ ജനങ്ങൾക്ക് ബോധ്യമുള്ള നിലപാടുകളാണ്, ജനങ്ങൾ അംഗീകരിച്ച നിലപാടുകളാണ്. ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമല്ലേ. അങ്ങനെ ഒരു പരാതിയില്ല. വാർത്ത വന്നപ്പോൾ തന്നെ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞിട്ടല്ലേ രാജിവെക്കുന്നത്, എല്ലാവർക്കും അറിയാൻ മേലെ. സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി, തിരിച്ചെടുത്തില്ലല്ലോ. രണ്ടത് പുറത്താക്കി. CPM എന്താ ചെയ്യുന്നത്? അത്തരം പ്രതികളെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ആഫീസിലുണ്ട്, പേര് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. നിയമസഭയിലുമുണ്ട്, മന്ത്രിസഭയിലുമുണ്ട്, ഓഫീസിലുമുണ്ട്. അവരെയൊക്കെ സംരക്ഷിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ മാതൃകാപരമായ നിലപാടെടുത്തത്. അതിനെ മുഖ്യമന്ത്രി കിട്ടുന്ന അവസരം വെച്ച്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ അധികാരം വെച്ചിട്ടും പ്രായം വെച്ചിട്ടും അദ്ദേഹത്തിന് നിങ്ങൾക്ക് ചോദിക്കാനുള്ള പ്രയാസം വെച്ചിട്ടും മറുപടി പറയാതെ അദ്ദേഹം ഒഴിഞ്ഞു പോകുന്നു. ഞങ്ങളെ സിമ്പിളായതുകൊണ്ട് ഞങ്ങൾ മറുപടി പറഞ്ഞു പോകുന്നു. ആ പറഞ്ഞോട് കഴിഞ്ഞാൽ ഒരു മറുപടിയും ഞാൻ മാറ്റുന്നില്ല, പറഞ്ഞത് തന്നെ. 2 ചോദ്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന്, തിരുവനന്തപുരം നഗരസഭ ഒരുപാട് ദശാബ്ദങ്ങൾക്ക് ശേഷം BJP പിടിച്ചിരിക്കുകയാണ്. അതിൽ ഏതെങ്കിലും തരത്തിലൊരു അസ്വാഭാവികത താങ്കൾക്ക് തോന്നുന്നു? ഇവിടെ കോൺഗ്രസ് ഇതിനെ ഗൗരവത്തിൽ കണ്ടു. ഈ ഇലക്ഷനിൽ മുതിർന്ന നേതാവ് ശ്രീ K മുരളീധരൻ, അദ്ദേഹം തിരുവനന്തപുരത്തെ MLA ആയിരുന്നു, APCC പ്രസിഡന്റായിരുന്നു, സുപരിചിതനാണ്. അദ്ദേഹത്തിന് തന്നെ തിരുവനന്തപുരത്തിൻ്റെ ചാർജ് കൊടുത്ത് അദ്ദേഹം ഇവിടെ നല്ല ഹോംവർക്ക് നടത്തി, ടീം വർക്ക് നടത്തി. കോൺഗ്രസിൻ്റെ എണ്ണം 10-ൽ നിന്ന് 19 ഉയർത്തി, 10-ൽ നിന്ന് 19 ഉയർത്തി. പക്ഷെ CPMന്റെ സീറ്റ് കുറഞ്ഞു, ഗണ്യമായി കുറഞ്ഞു. അവസാനമായി ഒരു ചോദ്യം കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. സ്വാഭാവികമായി വലിയൊരു ആത്മവിശ്വാസം UDF ക്യാമ്പിൽ ഇപ്പോൾ ഈ വിജയം നൽകിയിരിക്കുകയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് മുമ്പിലേക്ക് എത്തിയാൽ, അല്ലെങ്കിൽ ഈ ഒരു ആത്മവിശ്വാസം മുമ്പോട്ട് പോകുമ്പോൾ ആര് നയിക്കും എന്നൊരു ചോദ്യം പല ഘട്ടങ്ങളായി ഉയരുന്നുണ്ട്.
KPCC അധ്യക്ഷനായി എന്ത് ഉത്തരവാണ്? പാർട്ടി നയിക്കും, പാർട്ടി തീരുമാനിക്കുന്ന നേതാവിനെ. ഇപ്പോൾ ഒരു കാര്യം നേരത്തെ എല്ലാവരും സമ്മതിച്ചതിന് പ്രത്യേകം നന്ദിയുണ്ട്. കോൺഗ്രസിനായിരിക്കും ഭരണ നേതൃത്വം എന്ന് സമ്മതിച്ചല്ലോ. സ്വാഭാവികമായി ഈ വിജയം നിരീക്ഷിക്കുമ്പോൾ നേരത്തെ സമ്മതിച്ചല്ലോ. ഞങ്ങളുടെ പാർട്ടിക്കൊരു അതിനൊരു മാനദണ്ഡമുണ്ട്, സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് ഉണ്ട്. ഉമ്മൻചാണ്ടി എങ്ങനെയാണ് മുഖ്യമന്ത്രിയായത്, രമേശ് ചെന്നിത്തല എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവായത്, AK ആന്റണി എങ്ങനെയാണ് മുഖ്യമന്ത്രിയായത്, VD സതീശൻ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവായത്. MM മണിയുടെ പ്രസ്താവന ശ്രദ്ധിച്ചിരുന്നു. വോട്ട് ചെയ്ത ആളുകൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് സഹായം പറ്റിയ ശേഷം ഞങ്ങളോട് നന്ദികേട് കാണിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ എല്ലാ വോട്ടർമാർക്കും നന്ദി പറയുന്നു. വോട്ടർമാരുടെ വിവേചന ശക്തിയിൽ ഞാൻ അവർക്ക് അഭിനന്ദനം അറിയിക്കുന്നു, നന്ദി പറയുന്നു. മണിയാശാൻ അവഹേളിക്കാത്തവരാരുണ്ട്? അപ്പം എല്ലാ ആശംസകളും. ഓക്കെ.